നമ്മളവിടെ സംസാരിച്ച അവന്മാരിരുന്ന് കൺവേർട്ട് ആക്കാം. പിന്നെ ആളില്ല, നമ്മളെടുത്തിട്ട് കാര്യമില്ല. ആൾ വരുമ്പോ നാളെ വല്ല പുതിയതായിട്ട് എടുക്കാം. വിടണയൊക്കെ നല്ലത്. അത് എടുക്കടാ. പക്ഷെ എനിക്ക് അല്ല ആശന്തിയില് സംസാരിച്ചായിരുന്നു. നീക്കാൻ തന്നെ സംസാരിച്ചതാവാൻ മതി. അങ്ങോട്ട് വന്നതാണ് ആക്ച്വലി. ഇത്രയും വലിയ സാധനം ചുമ്മാ കൊണയടിച്ച് കണ്ടീന്ന് വിളിച്ചെന്നല്ലേ നീ പറഞ്ഞോളൂ. ഇവന്മാര് ഇത് വള്ളിയെടുക്കാൻ നടന്നെയാന്ന്. അവന്റെ കൂടെ പറഞ്ഞ വള്ളിയെടുക്കാൻ നടന്നെയാന്ന്. നമ്മൾ അന്ന് അറിയാണ്ട് എന്നിട്ട് മറ്റേ അമ്പി കളിക്കുന്നതാണ്. ഇഷ്ടപ്പെട്ടോ? അല്ല ഓമനത്തുള്ള മോഹല്ലേ? അതെന്താ സൂപ്പറായിട്ട് എന്താ നിന്റെ തൊലിഞ്ഞ മോഹം തൊട്ട് നോക്കട്ടെ. ചിലപ്പോ നല്ലതായിരിക്കും. ചിലപ്പോ അല്ല തീട്ടം പോലെ തീട്ടം പോലെ ചിലപ്പോ തീട്ടം പോലെ ഒരു ഫ്ലെക്സ് ഈ സിറ്റി വെക്കാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത നീ മനസ്സിലായി. ഫ്ലെക്സ് ഒരു ഫ്ലെക്സ് സിറ്റിയുടെ യോഗ്യത പോലും ഇല്ലാത്ത പോടാ കണ്ടി ഇറങ്ങി പോടാ കണ്ടി ഇറങ്ങി നിന്നെപ്പോ കൊളക്കല്ലേ കൊളക്കല്ലേ നീ മറ്റേ നിന്നെപ്പോലെ കണ്ടിട ഈ സിറ്റിയിലെ ഒരു സിറ്റിയിൽ നിന്റെ ഫ്ലെക്സ് വെക്കാൻ പോകുന്നില്ല. മനസ്സിലായടാ? കണ്ടി പോടാ കണ്ടി ഇറങ്ങി നീ എന്താ പോടാ പോടാന്ന് തോലിന്റെ മറ്റേ പശുവിന്റെ ചന്തി ഉണ്ടല്ലോ, പശുവിന്റെ ചന്തിന് ചാണകം വരുമ്പോൾ പോലെ അതിന്റെ പോയിരിക്കാം. പശുവിന്റെ ചന്തിയില് ആ മുഖം നിന്നെ കൊണ്ടുവച്ചില്ലേ? ആ മുഖം പക്ഷെ വലിയ അടിച്ചു വിട്ട് അടിച്ച് ഉറക്കി വിടുന്നുണ്ടാ. വലിയ കുണക്കല്ലേ കുണക്കല്ലേ നീ വലിയ ഓണാ കണ്ടി ഇറങ്ങി നീ വന്നേക്കുന്ന കിഴപ്പ് വന്നേക്കുന്ന ഓണാ. ഞാൻ മാനുമായിട്ടാണ് അവന്റെ ഫ്ലെക്സ് ഒക്കെ ഉണ്ടെന്ന്. അപ്പൊ അവൻ ആക്കി പറയേണ്ട ആരും അവൻ ആക്കി പറയണ്ട. ഒയ്യോ നീ മറ്റേ നമുക്ക് എന്താ ബുദ്ധിയില്ല, നമ്മളുടെ ബുദ്ധിയില്ലാത്തവനാണോ വിചാരിച്ചത്? അവൻ മറ്റേ നീ ആക്കിയൊക്കെ ഉണ്ടാക്കിയല്ലോ പറഞ്ഞു. ഞാൻ ആക്കി ഉണ്ടാക്കിയ പറഞ്ഞാൽ നമുക്ക് മനസ്സിലായിട്ടോടാ. കേട്ടോടാ കേട്ടോടാ മറ്റേ ഓടാ കൊതമുഖ ഇറങ്ങി ഓടാ കൊതമുഖ ഇറങ്ങി പശുവിന്റെ മറ്റേ പശു മറ്റേ ചാണകം വരുത്തുണ്ടല്ലോ ചന്തിയില്, അതേ കണക്ക് അതിന്റെ പോയിരിക്കും. ഫ്ലെക്സ് അല്ല ചാണകം വെച്ചുണ്ടാക്കിയതോ? നിനക്ക് കാണിച്ചാണ് ചാണകം വെച്ചുണ്ടാക്കിയത്. ഹലോ ഒന്ന് റിപ്പയർ വന്നോ ഭയമാര്? സിറ്റുവേഷൻ റിപ്പയർ വന്നേ. എന്താണ് കണ്ടി? നീ ഒന്ന് പോയോ? മാന്യമായിട്ട് ഫ്ലെക്സ് ഒക്കെ ഉണ്ടെന്ന് ചോദിച്ചത് നീ ആക്കിയ പറഞ്ഞത് മനസ്സിലാവാനുള്ള ബുദ്ധിയില്ല. ബോബോട്ടായിരുന്നു ബോബ നീ കണ്ടിട്ടില്ലല്ലോ അവിടെ. നീ ആക്കിയ പറഞ്ഞത് മനസ്സിലാവടാ. നീ കുണയ്ക്കാതെ കുണയ്ക്കാതെ മറ്റേ നല്ല പിള്ളേമേ. നീ പറഞ്ഞ കുണച്ചിട്ട് കിടക്കുന്നതൊക്കെ നല്ല പിള്ളേമേ കേട്ടോ. കേട്ടോടാ കണ്ടി ഇവിടെ തല്ലിപ്പോയിട്ട് തന്നെ തല്ലും. എന്നിട്ട് നിന്റെ ഫ്ലെക്സ് നിന്റെ ബോട്ടിൽ ചീത്ത ഫ്ലെക്സ് പോലെ ഇവിടെ വരാൻ പോകുന്നു. ഒരു കൊച്ചു ഫ്ലെക്സ് പോലെ നിനക്ക് ഇതേപോലെ വെക്കാൻ പറ്റി വെക്കടാ. നീ നാളെ നിന്റെ ഒരു ഫ്ലെക്സ് ഇതുപോലെ വെക്കാൻ പറ്റി വെക്കടാ. കൊതമുഖ വെക്കടാ. നിന്നോടല്ലേ വെച്ചത്? ഇവന്റെ അടുത്ത് മാസ്ക് ഇട്ടോ പറ. വെക്കണേ ബ്രോ വെക്കണേ. കഴിഞ്ഞോ? ബ്രോടെ കഴിഞ്ഞില്ലേ? ഇല്ലല്ലോ ബ്രോ എന്റെ കഴിഞ്ഞില്ല. എന്റെ കൊട ചേർക്കാതെ നീയല്ലോ. നല്ല രസമുണ്ട്. നമുക്ക് ഉണങ്ങി വെയിറ്റ് ചെയ്യുന്നുണ്ടോ? നിന്റെ റോബോട്ടല്ലേ നമ്മള്? അതൊക്കെ നിന്റെ കൂടെയുള്ള മറ്റേതേ ഈ പുളിച്ചാടിയെ പോലെ നിൽക്കുന്നവന്മാരാണ് എന്റെ റോബോട്ട്. അവന്മാര് പറയുമ്പോ പിടിച്ചു തരാനും പിടിക്കാനും ഒക്കെ അവന്മാര് ചെയ്യും. മനസ്സിലായി? ഞാൻ ഓടാ കണ്ടി ഇറങ്ങി പോയിട്ട് നിന്റെ മറ്റേ എടാ നീയൊക്കെ പറയുമ്പോ നിന്റെയൊക്കെ റിപ്പയർ ആണോ ഇത്? ഞാൻ പറഞ്ഞില്ലേ ബ്രോ റിപ്പയർ ഞാൻ പറഞ്ഞു. അല്ല നീ പോവാൻ പറയുന്നോണ്ട് പറഞ്ഞ പോടാ മറ്റേ അതൊക്കെ നിന്റെ ഗ്യാങ് ഹൗസിൽ നിന്റെ മറ്റേ വീട്ടിൽ മതി. അതൊക്കെ മനസ്സിലായി? നിന്റെ മറ്റേ ഗ്യാങ് ഹൗസ് വീട്ടിൽ മതി. അതൊക്കെ ഇവിടെ കുളക്കണ്ട. ഇവിടെ കിടന്ന് നീ കുളക്കണ്ട. ഇവിടെ കിടന്ന് ഉടച്ചാൽ തല്ലി നീ ഇവിടെ കീഴ് മേടിക്കുന്നു. കേട്ടോടാ കണ്ടി എടാ ഇവന്മാരെടാ പണ്ടേടാ
മാല പേഴ്സ് ഇതെല്ലാം അടിച്ചോണ്ട് വന്ന ടീമായിരുന്നത് കുറച്ച് ഉത്സവപ്പറമ്പി എടാ നിന്ന നിപ്പി കോണാര് ഷഡ്ഡി വരെ അടിച്ചോണ്ട് വന്നവരാ എന്ത് എവല്യൂഷൻ ഉണ്ടാക്കിയത് ഉമ്മാര് പറയുന്നത് ഷഡ്ഡി തൊട്ട് കോണ വരെ കട്ട കേക്കാറ് അടിച്ചോണ്ട് വന്നവന്മാര് ഉമ്മാര് നീ ഉണ്ടായിരുന്ന കൂടെ ആടാ എടാ എന്താടാ എന്താണ് പ്രശ്നങ്ങളാടാ എന്താടാ എന്റെ പേഴ്സ് കാണുന്നില്ല അടിച്ചോണ്ട് പേഴ്സ് വാതിലും ചെല്ലും റൂമൊന്നും ഇല്ല മറ്റേ കാപ്പിനെ അപ്പൊ കണ്ടവന്മാരുടെ കുടുക്കിയ കൈയിലാണ് പരിപാടി ചേട്ടാ പോണ ചട്ടിക്കള ഈ വീക്കിലെ ഇത് ഗ്യാങ് ഷഡ്ഡി വെട്ടി തയ്ച്ചതാ ഇത് ഗ്യാങ് ഷഡ്ഡി വെട്ടി തയ്ച്ചോടാ ഷഡ്ഡി വെട്ടി തയ്ച്ചോണ്ടല്ലോ ഗ്യാങ് തീർത്ഥങ്ങളാണോ അല്ലേ കുറച്ച് നാളത്തെ മുമ്പത്തെ ഇതൊക്കെ എടുത്ത് നോക്കി അറിയാം എത്ര വട്ടാണ് തീർത്ഥങ്ങൾ തീർത്ഥം പോലെ അവനെയോ ഇപ്പൊ മാണിംഗ് ഫയർ ഒക്കെ മൂഞ്ചി ഉമ്മാര് ആരടാ ഉമ്മാര് എടാ നമ്മളെത്ര പേരുണ്ടാ അല്ല അവൻ മറ്റേ മാണിംഗ് ഫയർ ഒക്കെ തന്നെ മറ്റേ പേടിപ്പിക്കുന്ന പോലെ കാണിക്കുന്ന മറ്റേ നമ്മള് കൊണക്കാത്ത പോലെ ആളില്ലാത്ത നമുക്ക് കൊണക്കാൻ പറ്റാത്തോണ്ടല്ല നമ്മൾ ആളില്ലാണ്ട് പോയി മനസ്സിലായി അല്ലടാ എനിക്ക് ഏറ്റവും പൊളിഞ്ഞാടാ മറ്റേ ആ മാണിംഗ് ഫയർ ഒന്ന് മറ്റേ அவங்க പേടിപ്പിക്കുന്ന പോലെ കാണിക്കുന്ന ആള് വരട്ടാ പിള്ളേരെ മറ്റൊരു സിറ്റുവേഷനെ നമ്മള് കൊണച്ചാനാണ് ആളില്ലെങ്കിൽ നമ്മൾ അതുകൊണ്ടാണ് കിട്ടാണ്ടിരുന്നത് അവനിരുന്ന് അമ്മ എടുത്തോല് നമ്മള് പിന്നെ തിരിച്ചു ഇല്ലടാ വരട്ടെ ഭയങ്കര കത്തല ഇവിടെ ഞാൻ പറ്റിയ സ്കൂളായിട്ടല്ലേ സിദ്ധപ്പെട്ടില് എടാ മറ്റേ എടാ ഡെഡ് ഒരു വരലടാ റീഡർ അല്ലേ ഇതൊക്കെ ഞാനതെങ്ങനെ അറിയുന്നടാ കണ്ണാപ്പി താഴോട്ടിറങ്ങ ഓൾറെഡി ഡൗൺ ആയതല്ലേ ഇല്ല ഡൗൺ ആയിട്ടില്ല ഇല്ല എനിക്ക് ബ്രോ ഒന്ന് ദൈവം കേക്കാവല്ലോ ഹലോ ബ്രോ ഹലോ ഡൗണായെന്നോ ദൈവമേ ബഗ്ഗായതാ ലോക്കടാ അത് എന്റെ വണ്ടിയല്ല ഈ വണ്ടി ഇവിടെ കുത്തി ഒന്ന് വന്നേ ഇവിടെ വന്നേ എന്നെ കൂടെ കൊടുക്കടാ അവന്മാരെ വായി കൊടുക്കാം
ഇവിടെ ഇറങ്ങിയടാ, ഇവിടെ കുറെ ഇറങ്ങിയിട്ടുണ്ടേ. ഇങ്ങോട്ടും കുത്തി കയറാം, അവിടെ നിന്ന് കയറാം, നമ്മളല്ലേ ഇവിടെ. ഫ്രണ്ടിലോട്ട് കയറി വണ്ടി ഓടിക്കണം, നമ്മുടെ വണ്ടി ഓടിച്ചേ. എന്നെ അടിക്കില്ലേ, ഞാൻ എന്നെ പണ്ണട അവന്റെയൊക്കെ കേഴങ്ങ് പണ്ണട കിടക്കടാ. നിന്റെ കോപ്പിലെ കേടാ നിനക്ക്. നീ അണ്ണൂലെ നിന്റെ കേടെന്താ? നിന്റെ കേടപ്പണം തീർന്നോ? നിന്റെയൊക്കെ കേടാ, അവന്റെയൊക്കെ കോണത്തിലെ കേട, അവന്റെയൊക്കെ കിടക്കടാ. കോള് പറയുമ്പോ മാത്രം രണ്ടുപേരും പറയുമ്പോ ബാക്കി അവന്റെയൊക്കെ കേഴ. പോടാ കണ്ടി. നീയൊക്കെ ഒന്നുകൂടെ ജനിക്കണം, മനസ്സിലായി? തുടരണമെങ്കിൽ നീയൊക്കെ അണ്ണൂനെ തൊട്ടിട്ട് എങ്ങനെ ഇവൻ തന്നെ ഇവന് വേണ്ട. ഓക്കെ ആയിട്ട് എനിക്ക് വേണ്ട. മറ്റവനെയാണ് ആ ലാസ്റ്റ് കുണച്ചവനുണ്ടല്ലോ, എന്ത് അവന്റെ പേര്? ലാസ്റ്റ് ഒരുത്ത വന്നിട്ട് കണ്ണാപ്പി എന്ന് പറഞ്ഞ കൊണ പറഞ്ഞില്ല എന്റെ അടുത്ത്, ബാലിനെടുത്തും. നിന്റെയൊക്കെ കേടാ, നിന്റെയൊക്കെ കണ്ടിക്കേടാ, നിന്റെയൊക്കെ കേടപ്പം കിട്ടുന്നല്ലോ, വായി കിട്ടിയല്ലോ നിന്റെയൊക്കെ കേടാ. മതി ഇവിടെ ബൈക്കിടുന്ന മതി. ഇമാരെ കൂട്ടിട്ട് കത്തിട്ട് പെട്ടെന്ന് വണ്ടി എടുത്ത് മാറാം. നമുക്ക് ലാസ്റ്റ് വന്ന ബാലിന്റെ അടുത്ത് എന്റെ അടുത്ത് ലാസ്റ്റ് വന്നെടുത്ത് കുണച്ചില്ലേ? എടുത്തിട്ട് മാറാം നമുക്ക്. പെട്ടെന്ന് മാറാം. അവനെടാ ലാസ്റ്റ് കുറച്ച് വരുന്നുണ്ട്, ഒരു ബ്ലൂ കളർ മുടിയിലുള്ളത്. എടാ അവന് മാത്രം എടുത്താ, ബ്ലൂ കളർ മുടിയെ മാത്രം എടുത്താൽ മതി. വലിയ മാക്സ് ഓവറാ. എടാ എനിക്ക് വേണ്ടടാ. ലാസ്റ്റ് വന്ന് മെസ്റ്റ് അടിക്കാൻ വന്നിട്ട് അണ്ണ ലാസ്റ്റ് അണ്ണ ഒരുത്തരാണ് മുട്ട കൊണയായിട്ട് വന്ന് അണ്ണൂരെ തല്ലി ഒരുത്തരാണ്. അവനെയാണോ വേണ്ടത്? അവനെയാണ് വേണ്ടത്. എടാ ബാല ലാസ്റ്റ് കൊണച്ചവനെ അറിയത്തില്ലടാ. അവനെ ഒന്ന് പിടിച്ചാടാ വന്ന്. ഹലോ അടിച്ചെടുത്തല്ലേ? എന്താ വിളിക്കാം. അതുമല്ല അണ്ണ ബാലിന് അറിയണ്ട. ബാലിന് അവനെ വേണ്ടത്. അവനെയാണ് വേണ്ടത്. അവന്റെ അണ്ണൂനെ അടിച്ച അവനല്ലേ? അവനെയാണ് വേണ്ടത്. ആ കൊണച്ച ലാസ്റ്റ് വന്ന് കൊണച്ച അവനെയാണ് വേണ്ടത്. കണ്ടികളാണ് നിങ്ങൾ ഇത്ര പേരുണ്ട് കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ആളുണ്ടോന്ന് നോക്കിയിട്ട് വേണം കൊണ പറയാനും മാസ് അടിക്കാനും. മനസ്സിലായല്ലോ? ഒന്നുകൂടെ ലാസ്റ്റ് ആയിട്ട് ഇത് കുറെ വട്ടം ഞാൻ പറഞ്ഞു. ഇനി പറയാൻ നിൽക്കില്ല. അതിനെ പിന്നെ വെളിയിലിരുന്ന് കാണേണ്ടി വരും. മനസ്സിലായല്ലോ? മനസ്സിലായി. ഇത് മനസ്സിലാക്കി വെച്ചോണം. അല്ലാതെ ഇവിടുന്ന് ഒരുത്തനെ ഹോസ്റ്റേജ് കൊണ്ടിട്ട് അവരാധിക്കുന്നതാണ് എനിക്ക് പറ്റൂല. മനസ്സിലായ? ആള് വന്നതിന് ശേഷം കൊണയൊക്കെ ആള് വന്നതിന് ശേഷം കണ്ണാപ്പി കണ്ടോണ്ടിരിക്കുക വെളിയിൽ നിന്ന്. എന്റെ അടുത്ത് നിന്ന് തർക്കിക്കരുത്. ഞാൻ പറഞ്ഞേക്കാം, മര്യാദക്ക് പറയുക. അമ്മമാരാണ് വന്ന സിറ്റുവേഷൻ എടുത്തത്, എനിക്കത് അറിയാം. ഞാൻ ഒന്നും പറയുന്നില്ല. ആളുള്ള ദിവസം ഇല്ലാത്ത ദിവസം ഓരോ ദിവസം ഞാൻ പറയാറുണ്ട്. ഇന്ന് ഈ 10 പേര് പോലും ലിസ്റ്റ് ഇട്ടിട്ടില്ല.
ഇത് ജോക്കി അടിച്ചോണ്ട് കയറിയതാണ് ഇവിടെ, മനസ്സിലായ? അത്ര ഉള്ളതാണ് ജോക്കി അടിച്ചാണ് 10 പേര് പോലും ലിസ്റ്റിലാത്ത സമയത്ത് ഞാൻ റോസി പറയാം, നീ മറ്റേ ഹോസ്റ്റേജ് ആവാൻ പോവാ, കണ്ണാടി എടുക്കാൻ പോവാന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നല്ലോ. ഞാൻ പറഞ്ഞോട്ടെ നീ കണ്ണാടി എടുക്കാനൊക്കെ പോവാന്ന് പറഞ്ഞല്ലോ. പറയുന്ന കേക്ക് നിനക്ക് പോയിരുന്ന കോപ്രായം കാണിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. എന്റെ ഗ്യാങ്ങിൽ ഒരുത്തൻ അങ്ങനെ പോയിരിക്കുന്ന കാണാൻ എനിക്ക് പറ്റത്തില്ല, മനസ്സിലായോ? അതുകൊണ്ട് ഇനിഷ്യലി സീരിയസ് ആയിട്ട് കളിച്ചോളാം. ആളുകളൊക്കെ പറ്റാത്തവരോട് കളിക്കണ്ട, മനസ്സിലായോ? എല്ലാവന്മാർക്കും പറയണം, എല്ലാവന്മാരോട് സിറ്റുവേഷൻ എടുക്കണ്ട. മനസ്സിലാക്കുന്നതിന് മെനഞ്ഞാടാ മീറ്റിംഗ് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ. ആളില്ലാത്തപ്പോ കയറി മാസടിക്കാൻ നിൽക്കുന്ന കുറെ എണ്ണം. ഹലോ എല്ലാരും കൂടെ കിട്ടി, എല്ലാവരുടെ പേര് പറഞ്ഞു.